നമസ്കാരം. ഇസ്ലാം രാഷ്ട്രമെന്നും ഖുറാനിൽ പറഞ്ഞ പാഠമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഹിന്ദു മതത്തിൽ ഉൾപ്പെടുത്തി തീവ്ര ഇസ്ലാം വിരുദ്ധവാദികളാക്കി കൊന്നൊടുക്കാനും മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലാനും തല്ലിക്കാനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ചെകുത്താന്റെ സന്തതികളാണ് പാകിസ്ഥാൻ എന്ന് പറയേണ്ടി വരും. മതത്തിന്റെ വിഷവിത്തുകൾ തന്നെയാണ് ഇന്ത്യയിലും വിതച്ചുകൊണ്ട് ജാതി മത ഭേദമന്യേ ജീവിക്കുന്ന മതസൗഹാർദ്ദ രാജ്യമായ ഇന്ത്യയെ ഭിന്നിപ്പിച്ചും കൊന്നൊടുക്കിയും കശ്മീരും പിന്നീട് ഇന്ത്യ മുഴുവൻ അധികാരം സ്ഥാപിക്കാമെന്ന് പാകിസ്ഥാൻ കരുതുന്നു. അതിനവർ ആയുധമാക്കി വച്ചിരിക്കുന്ന മതം തന്നെയാണ് ഇപ്പോൾ അവരെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ നേരിട്ടുള്ള പങ്ക് തുറന്നുകാട്ടി പാകിസ്ഥാനിന്റെ നെറികേടിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ കശ്മീരിലെ സാമൂഹിക പ്രവർത്തകനായ ജാവേദ് ബേഗ് ആണ്. ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ സമ്മേളനത്തിലാണ് തീവ്രവാദികളെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് ജാവേദ് ബേഗ് ചോദ്യം ചെയ്ത് രംഗത്ത് വന്നത്. പഹൽഗാം കൂട്ടക്കൊലയെ ശക്തമായി അപലപിച്ച ജാവേദ് ബേഗ് നിരപരാധികളായ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചുള്ള ഈ ഭീകര പ്രവർത്തനത്തിന് പാകിസ്ഥാന്റെ പിന്തുണയുള്ള തീവ്രവാദികളാണ് നേരിട്ട് ഉത്തരവാദികളെന്നും ഇത് കശ്മീരിന്റെ സാമൂഹിക ഘടനയെ കൂടുതൽ തകർത്തുവെന്നും ബീറോടെ വാദിച്ചു. ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനം മുഴുവൻ മറ്റൊരു രാജ്യത്തിന്റെ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കാൻ കൂട്ടുനിന്നു കൊടുക്കുക, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വെള്ളവും വളവും നൽകുക, ഇതൊക്കെ ചെയ്യുമ്പോൾ തീവ്രവാദികളാകുന്ന മനുഷ്യർ മാത്രമല്ല, ആ രാജ്യത്തിന്റെ മുഴുവൻ ഭരണകൂടവും അതിന് പ്രതികൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പാക്-അധീന ജമ്മു കാശ്മീരിൽ നിന്നുള്ള താഹിർ എന്ന യുവാവ് ഉൾപ്പെടെയുള്ള അക്രമകാരികളെ ലഷ്കർ-ഇ-തോയ്ബ മനം മാറ്റി തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്ന് മാത്രമല്ല, പാക് ഭരണകൂടത്തിന്റെ സംരക്ഷണയിൽ തന്നെയാണ് രാജ്യത്ത് LET സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നത്. ഇന്ത്യ എന്ന ഒരൊറ്റ രാജ്യത്തിനെതിരായ പ്രവർത്തനം മാത്രമെന്ന് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഈ ചെയ്തികളെ കുറച്ചു കാണാൻ കഴിയില്ല. നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരാശിക്കെതിരായ ഏറ്റവും നികൃഷ്ടമായ കുറ്റകൃത്യമാണ് എന്ന് പറയേണ്ടി വരും. തോക്കെടുത്തിറങ്ങിയ ഭീകരവാദികൾ മാത്രമല്ല, അവരുടെ സ്പോൺസർമാരും ഉത്തരവാദികളാണെന്നും ജാവേദ് തുറന്നടിച്ചു. ഇന്ത്യയോടുള്ള ആഴത്തിൽ വേരൂന്നിയ വെറുപ്പാണ് ഈ സംഭവം തുറന്നു കാട്ടുന്നത്. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീകരവാദം എങ്ങനെയാണ് താഴ്വരയെ അസ്ഥിരപ്പെടുത്തുന്നതെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. ഒരു പ്രദേശത്തിന്റെ പ്രതീകാത്മക പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ അദ്ദേഹം താഴ്വരയെ ഹിന്ദു ഋഷിമാരുടെയും മുസ്ലിം സൂഫികളുടെയും വാസസ്ഥലം എന്നാണ് വിശേഷിപ്പിച്ചത്. അക്രമവും മതവിദ്വേഷവും പ്രചരിപ്പിക്കാൻ കശ്മീരിന്റെ പുണ്യഭൂമിയെ പാകിസ്ഥാനിലെ ഭരണവർഗം ചൂഷണം ചെയ്യുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. നൂറ്റാണ്ടുകളായി സമാധാനത്തിലും സഹവർത്തിത്വത്തിലും ഊന്നിയ പാരമ്പര്യം ഉണ്ടായിട്ടും ഇത്തരം ആക്രമണങ്ങൾ കശ്മീരി മുസ്ലിങ്ങളെ അക്രമികളായി ചിത്രീകരിക്കുകയും ആഗോളതലത്തിൽ അവരുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുകയും മുസ്ലിങ്ങളുടെ മുഴുവൻ പ്രതിച്ഛായ നശിപ്പിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീരി മുസ്ലിങ്ങൾക്കായി തങ്ങളുടെ ഹൃദയം തുടിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അതേ പാകിസ്ഥാൻ എന്നാൽ 3 പതിറ്റാണ്ടിലേറെയായി സംരക്ഷിക്കുമെന്ന് അവകാശപ്പെടുന്ന അതേ ജനതയ്ക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ദുരിതമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സത്യം ഒരു ഇന്ത്യൻ കശ്മീരി മുസ്ലിമിൽ നിന്ന് ലോകം നേരിട്ട് കേൾക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാവേദ് തന്റെ വാക്കുകൾ ലോകം മുഴുവൻ കേൾക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. പാകിസ്ഥാൻ ഒരിക്കലും കശ്മീരി മുസ്ലിങ്ങളുടെ അഭ്യുദയകാംക്ഷിയല്ല. പതിറ്റാണ്ടുകളായുള്ള ഭീകരവാദത്തിനുള്ള പിന്തുണ താഴ്വരയിലെ ലോലമായ സാമുദായിക സൗഹാർദ്ദം തകർക്കുക മാത്രമാണ് ചെയ്തതെന്നും പറഞ്ഞാണ് ജാവേദ് ബേഗ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഹിന്ദു മതത്തിലോ ഇസ്ലാമിസത്തിലോ ക്രിസ്ത്യാനിറ്റിയിലോ ഉൾപ്പെടെ ഒരു മതത്തിലും മനുഷ്യനെ കൊന്നൊടുക്കിക്കൊണ്ടോ ദ്രോഹിച്ചുകൊണ്ടോ ഒരു മതവും ഒന്നും പിടിച്ചെടുക്കാനും മതം പ്രചരിപ്പിക്കാനും പറയുന്നില്ല. എന്നിട്ടും മതത്തിന്റെ പേരും പറഞ്ഞ് മനുഷ്യനെ കൊല്ലിക്കുന്ന പാകിസ്ഥാൻ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള മതവിശ്വാസിയുടെ തന്നെ വാക്കുകളികൾ കേട്ട് കാട്ടുളി പോലെ ചങ്കിൽ തറച്ച് കണ്ണു തള്ളി നിൽപ്പുണ്ട് എന്ന് ഉറപ്പാണ്.